ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും സന്തോഷമായിരിക്കാനാണ് ഇഷ്ടം. അതിന് ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് സന്തോഷമായിരിക്കാമെന്ന് ശ്രമിച്ചു നോക്കിയാലോ? ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കൂടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടാകുമ്പോൾ ഹാപ്പി ആയിരിക്കും. അവരില്ലാത്ത സമയത്ത് അവർ മൂഡ് ഓഫ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? അവരുടെ സന്തോഷം എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കണം. അതിനുള്ള വഴികളാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഒന്നാമതായി, നിങ്ങൾ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കണം. എന്നും രാവിലെ ഒരു 15 മിനിറ്റ് സമയം ഒറ്റയ്ക്കിരുന്ന് യോഗ ചെയ്ത് നോക്കുക. അതിനോട് താല്പര്യമില്ലെങ്കിൽ സെൽഫ് ടോക്ക് നടത്തി നോക്കുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, അങ്ങനെ കുറച്ച് ടൈം സെൽഫ് ടോക്ക് ചെയ്ത് നോക്കുക. രണ്ടാമതായി, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ച് സമയം കിട്ടുന്നുള്ളൂ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട. ഉള്ള ടൈമിൽ ഹാപ്പിയായി ആ നിമിഷം ആസ്വദിക്കുക. ആ സമയത്ത് നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വരാനുള്ളതോ ഒന്നും ആലോചിക്കരുത്. മൂന്നാമതായി, നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ സ്വയം കമ്പയർ ചെയ്യാനും നിൽക്കണ്ട, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും നിൽക്കണ്ട. കാരണം ഓരോരുത്തരും വെവ്വേറെ സാഹചര്യത്തിൽ നിൽക്കുന്നവരാണ്. അതിനനുസരിച്ച് ജീവിത വിജയം അവർക്കുണ്ടാവും. വെറുതെ നമ്മുടെ ജീവിതം അവരുടെ ലൈഫായി കമ്പയർ ചെയ്ത് സന്തോഷം കളയുന്നത്. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോവുക. നാലാമതായി, നിങ്ങളുടെ താല്പര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആളുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ചിലരുണ്ടാവും, അവരവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അതൊന്നും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും വേണം. അതിനായി നിങ്ങൾ ടൈം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം. അഞ്ചാമതായി, നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നല്ല വൈറ്റമിനുള്ള ഫുഡ് കഴിക്കുക. കഴിവതും പുറത്തുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാലും വീട്ടിൽ സ്വയം പാകം ചെയ്ത് ഉണ്ടാക്കി കഴിക്കുകയായിരിക്കും നല്ലത്. അല്പസമയം വെയിൽ കൊള്ളുക. അതുപോലെ എക്സസൈസ് ചെയ്യണം. ദിവസം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ടൈം കണ്ടെത്തണം. പാട്ട് കേൾക്കുക, നല്ല നല്ല ബുക്ക് വായിക്കുക. ഇതൊക്കെ മനസ്സിന് സന്തോഷം കിട്ടാനുള്ള വഴികളാണ്. ആറാമതായി, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് തന്ന എല്ലാ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുക. ഓരോ ദിവസം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ദൈവത്തോട് നന്ദി പറയുന്നത് നല്ലതാണ്. സന്തോഷം ആരും കൊണ്ടുവന്ന് തരില്ല, നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.